ഒടുവിൽ മാമ്പഴത്തർ സലീം ബിജെപിയിലെത്തി. ലൈവ് വാർത്തയിൽ കാണാം ആദ്യം പ്രധാന വാർത്ത. മാമ്പഴത്തർ സലീമിനെ ബിജെപിയിൽ ഔദ്യോഗിക അംഗത്വം. കുമ്മനം മാമ്പഴത്തറയുടെ വീട്ടിലെത്തി സ്വീകരിച്ചു. മാമ്പഴത്തറയുടെ വരവോടെ ബിജെപിയിൽ വിഭാഗീയതയ്ക്കും തുടക്കം. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി വേണമെന്ന് കുമ്മനം രാജശേഖരൻ. സർക്കാർ തന്നെ ദേവസ്വം ഭൂമി കയ്യേറുന്നതായും കുമ്മനത്തിന്റെ ആക്ഷേപം. കൊല്ലം മുതൽ ചെങ്കോട്ട വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാൻ തീരുമാനം. പുനലൂർ റെയിൽവേ സ്റ്റേഷന് പ്രത്യേക പരിഗണന. സിപിഐയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലോങ് മാർച്ചിന് 16-ന് പുനലൂരിൽ സ്വീകരണം നൽകും. യോഗത്തിൽ കനയ്യകുമാർ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. മാമ്പഴത്തർ സലീം ബിജെപിയുടെ ഔദ്യോഗിക അംഗത്വം നേടി. വെള്ളിയാഴ്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നേരിട്ടെത്തിയാണ് മാമ്പഴത്തർ സലീമിനെ ബിജെപിയിലേക്ക് സ്വീകരിച്ചത്. അടുത്തിടെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ആര്യങ്കാവ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും INTUC സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന മാമ്പഴത്തർ സലീം വെള്ളിയാഴ്ചയാണ് ബിജെപിയിൽ ഔദ്യോഗിക അംഗത്വം നേടിയത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ആര്യങ്കാവിലെ മാമ്പഴത്തർ സലീമിന്റെ വീട്ടിലെത്തിയാണ് മാമ്പഴത്തർ സലീമിനെയും പ്രവർത്തകരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. മാമ്പഴത്തറയോടൊപ്പം നിരവധി പ്രവർത്തകരും വെള്ളിയാഴ്ച കുമ്മനം രാജശേഖരനിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. സ്വാമി രാജേന്ദ്ര സ്വാമി ശാസ്ത്രവും അഗ്നിശാസ്ത്രവും എല്ലാം നടത്തുന്നതാണ്. ഇവിടെ ശ്രീകോവിലിൽ സുകുമാരൻ ചേട്ടൻ നുണപ്രചരണം നടത്തി ബിജെപിയെ തകർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും LDF-ഉം നടത്തുന്നതെന്ന് കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. സാമ്പത്തിക പരിഷ്കരണം വന്നപ്പോൾ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും തോളോട് തോളിലും ഈ സഹോദരന്മാരെ പോലെ അനിയമ്പാവയും ചേട്ടമ്പാവയും തോളോട് തോളിൽ കൈയിട്ട് നടക്കുന്നത് പോലെയാണ് കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിമർശനവുമായിട്ട് തെരുവീഥികളിലൂടെ നടന്നു. നമ്മളൊക്കെ കണ്ടതല്ല. കേരളം മുടിയാൻ പോവുകയാണ്. സഹകരണ മേഖല മുടിഞ്ഞു എന്നാ പറഞ്ഞു. രണ്ടു കൂട്ടരും പ്രസംഗിച്ചുകൊണ്ട് നടന്നതാണ്. സഹകരണ മേഖലയ്ക്ക് എന്ത് പറ്റി? അഴിമതി നടത്തിയ എല്ലാ സഹകരണ മേഖലയിൽ പാവപ്പെട്ട നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തുകൊണ്ടുപോയ എല്ലാവരെയും പിടികൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ CBI 6 സഹകരണ ബാങ്ക്, ഇപ്പൊ കൊല്ലം ജില്ലയിൽ 6 സഹകരണ ബാങ്ക് പിടികൂടിയില്ലേ. മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ തങ്ങളുടെ അക്കൗണ്ടിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. കേരള ഗവൺമെന്റ് ഈ കേരളത്തിലെ ഗ്രാമങ്ങൾ മുഴുവൻ തന്നെ വൈദ്യുതീകരിക്കാൻ വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി എല്ലാവർക്കും പ്രയോജനം ചെയ്യത്തക്ക വിധത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളോടൊപ്പമുള്ള സർക്കാർ, ഈ സർക്കാർ നടപ്പിലാക്കുകയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ മഹാൻ ഒരല്പം എങ്കിലും സത്യത്തോടും ധർമ്മത്തോടും നീതിയോടും കടപ്പാടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടൊരു വിഷയത്തെ സമീപിക്കുമെങ്കിൽ അതേ ഒരിക്കലെങ്കിലും പറയേണ്ട ഈ ഗ്രാമജ്യോതി പദ്ധതി എന്ന് പറയുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയാണ് ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും പറഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ആ പ്രദേശത്തെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ലോക്കൽ വാർഡ് മെമ്പർ, BJPയുടെ മെമ്പർ, ആ മെമ്പറെ പോലും ആ പരിപാടിയിലേക്ക് ക്ഷണിച്ച അവർ സ്റ്റേജിൽ പോലും ഇരുത്തിയില്ല എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് അവഹേളനാപരമാണ്, ജുഗുപ്സാപരമാണ്, എത്ര കണ്ട് തരംതാഴ്ന്നു. ചടങ്ങിൽ BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബാബു അധ്യക്ഷനായി. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി P. ബാനർജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് G. ഗോപിനാഥ്, സംസ്ഥാന ഉപാധ്യക്ഷ B. രാധാമണി, വിളക്കുടിചന്ദ്രൻ, രാജേന്ദ്രൻ നായർ, പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഉത്തമൻ എന്നിവർ സംസാരിച്ചു. വിവിധ പാർട്ടികളിൽ നിന്നും എത്തിയ നിരവധി പ്രവർത്തകർ കുമ്മനം രാജശേഖരനെയും സ്വീകരിച്ചു. താൻ പാർട്ടി വിട്ട് BJPയിൽ ചേരാനുണ്ടായ സാഹചര്യം മാമ്പഴത്തർ സലീം വിശദീകരിച്ചു. ഞാൻ എന്തിന് പാർട്ടി മാറി? എന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി എന്തെങ്കിലും പാർട്ടി മാറിയിട്ടുണ്ടോ? നിങ്ങൾ പറയണം, ഈ നാട്ടുകാർ പറയണം. എന്റെ എന്തെങ്കിലും വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ
അല്ലെങ്കിൽ എന്റെ സ്വന്തം രാജ്യങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ എന്തിനെങ്കിലും വേണ്ടി പാർട്ടിയെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 30 വർഷക്കാലത്തെ എന്റെ ചരിത്രം നിങ്ങൾ പരിശോധിക്കണം, നാട്ടുകാർ പരിശോധിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് തുടർന്നു പോകുന്നത് ശരിയല്ല എന്നുള്ള കാഴ്ചപ്പാട് ഞാൻ സ്വീകരിച്ചു. കോൺഗ്രസ് നിന്നുകൊണ്ട് ഒരിക്കലും ഒരു സമൂഹത്തെ, ഒരു തൊഴിലാളി വർഗത്തെ സഹായിക്കാൻ കഴിയില്ല. ആ തിരിച്ചറിവാണ് ഞാൻ ഈ BJP എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വരുന്നത്. ലൈവ് വാർത്ത ആര്യങ്കാവ്. മാമ്പഴത്തറ സലീമിന്റെ BJP പ്രവേശനത്തോടെ പാർട്ടിയിൽ വിഭാഗീയതയും ശക്തമാകുന്നു. അതേസമയം മാമ്പഴത്തറ BJPയിൽ എത്തുന്നതോടെ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ കിഴക്കൻ മേഖലയിൽ പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകരുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീക്ഷ. മാമ്പഴത്തറ സലീം BJPയിലെത്തിയ സാഹചര്യത്തിൽ കിഴക്കൻ മേഖലയിൽ ന്യൂനപക്ഷ വിഭാഗത്തെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാമെന്നും തോട്ടം തൊഴിലാളികൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാമെന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ പ്രാദേശിക നേതൃത്വത്തിൽ ചിലരെ മാമ്പഴത്തറയുടെ വരവ് അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ ശക്തമായ നേതൃത്വമില്ലാതിരുന്ന BJPക്ക് ഒരു പുതിയ മുഖമാകും മാമ്പഴത്തറയിലൂടെ ഉണ്ടാവുക. എന്നാൽ ഇത് തടയുന്നതിന് ചില പ്രാദേശിക നേതാക്കൾ ചരടുവലികൾ തുടങ്ങിയതായാണ് സൂചന. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര്യങ്കാവ് പഞ്ചായത്തിൽ BJPയുടെ പ്രാദേശിക സർക്കാർ ഉണ്ടാക്കി പാർട്ടിയുടെ പ്രഥമ പഞ്ചായത്ത് പ്രസിഡന്റായി ചരിത്രം സൃഷ്ടിക്കുവാനാണ് മാമ്പഴത്തറയുടെ ശ്രമം. ഇത് ഇപ്പോഴുള്ള പ്രാദേശിക നേതാക്കളെ അപ്രസക്തരാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഭയമാണ് ചില നേതാക്കളെ മാമ്പഴത്തറയ്ക്കെതിരെ തിരിയാൻ ഇപ്പോൾ നിർബന്ധിതരാക്കുന്നത്. പ്രാദേശിക നേതൃത്വത്തിലെ ശക്തരായ പലരെയും മാമ്പഴത്തറയുടെ BJP പ്രവേശന ചടങ്ങിൽ വേദിയിൽ കാണാനായില്ല. ന്യൂനപക്ഷ ടിക്കറ്റിൽ മാമ്പഴത്തറ സലീമിനെ സംസ്ഥാന ഘടകങ്ങളിലേക്ക് അയച്ച് പ്രാദേശിക തലത്തിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു നിർത്താനാണ് ചില പ്രാദേശിക നേതാക്കളുടെ ശ്രമം. ഇതിനുള്ള ശ്രമവും ഇവർ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനായി സംസ്ഥാന നേതൃത്വത്തിൽ പിടിപാടുള്ള ഇവരിൽ ചിലർ ശക്തമായ സമ്മർദ്ദം നേതൃത്വത്തിൽ ചെലുത്തുന്നുമുണ്ട്. മാമ്പഴത്തറ സലീമിന്റെ BJP പ്രവേശനം കിഴക്കൻ മേഖലയിൽ എത്രത്തോളം പാർട്ടിക്ക് ഗുണകരമാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്. സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ പിടിപാടുറപ്പിച്ച് കളി തുടങ്ങിയ മാമ്പഴത്തറ സംസ്ഥാന നേതാവായി തങ്ങൾക്ക് മുകളിലെത്തുമ്പോൾ പ്രാദേശിക നേതാക്കളിൽ മൂപ്പിളമ തർക്കവും പ്രശ്നമായേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം കിഴക്കൻ മേഖലയിലെ കോൺഗ്രസിലെ മറ്റു ചില പ്രമുഖ നേതാക്കളും BJPയിലേക്ക് ചേക്കേറുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ വരവും അക്കൌണ്ടിലാക്കി തന്റെ BJP പ്രവേശത്തിന്റെ നിറം കൊഴുപ്പിക്കാനാണ് മാമ്പഴത്തറ സലീമിന്റെ ശ്രമം. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ദേവസ്വം ബോർഡിന്റെ ഭൂമിയിൽ സർക്കാർ തന്നെ കയ്യേറ്റം നടത്തുകയാണെന്നും കുമ്മനം ആരോപിച്ചു. സർക്കാർ ഭൂമിയിലെയും ദേവസ്വം ബോർഡ് ഭൂമിയിലെയും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി വേണമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. തന്നെ അന്യാധീനപ്പെട്ടു പോയ എല്ലാ റവന്യൂ ഭൂമിയും ദേവസ്വം ഭൂമിയും തിരിച്ചു പിടിക്കണം. അന്യാധീനപ്പെട്ടു പോയിരിക്കുന്ന എല്ലാ ഭൂമിയും തിരിച്ചു പിടിക്കേണ്ടതാണ്. ഇവരുടെ മാത്രമല്ല, ആദിവാസികൾക്കും ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. പട്ടികജാതിക്കാരായിട്ടുള്ള ഒട്ടേറെ ആളുകളുടെ ഭൂമി, പൂർവികർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒട്ടേറെ ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചു പിടിച്ച് അർഹതപ്പെട്ട അതിന്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശികൾക്ക് കൊടുക്കണം. അതുപോലെ ദേവസ്വം ബോർഡ് ഭൂമി തിരിച്ചു പിടിക്കാൻ കാണിക്കുന്നത് അതെ, ദേവസ്വം ബോർഡ് ഭൂമി പിരിച്ചു കൊടുക്കണം. 5860 ഏക്കർ ഭൂമിയാണ് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നത്. അത് ദേവസ്വം ഭൂമി പിടിച്ചെടുത്തേ പറ്റൂ. മറ്റൊന്ന്, ദേവസ്വം ഭൂമിയിൽ കയറി സർക്കാർ കൈയടക്കുന്നുണ്ട്, സർക്കാർ കയ്യേറുന്നുണ്ട്. തിരുവനന്തപുരത്തും മറ്റും വലിയ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. തിരുവനന്തപുരത്തടക്കം ദേവസ്വം ഭൂമിയിൽ സർക്കാർ തന്നെ കയ്യേറ്റം നടത്തുകയാണെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. നഴ്സുമാരുടെ സമരം ന്യായമാണ്. സമരം രമ്യതയിൽ ഒത്തുതീർപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടതെന്നും കുമ്മനം രാജശേഖരൻ കൂട്ടിച്ചേർത്തു. നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കണം, ന്യായമായ രീതിയിലുള്ള ശമ്പളം കൊടുക്കണം. അത് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അവരുടെ സമരത്തെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ചല്ല ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത്. അവരും പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഈ രോഗികളെയും ഒക്കെ ശുശ്രൂഷിച്ച് 24 മണിക്കൂറും ആശുപത്രികളിലും ഒക്കെ പണിയെടുത്ത് കഴിയുന്നവരാണ്. അവരുടെ കഷ്ടപ്പാടുകളും ഒക്കെ മനസ്സിലാക്കിയാണ് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചത്. ഇവർക്ക് ഈ കൂടുതൽ തുക കൊടുക്കില്ല എന്നുള്ള നിലപാടാണല്ലോ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ആ പിടിവാശി ഉപേക്ഷിക്കണം. ഇതിൻ്റെ അകത്ത് സർക്കാരും നഴ്സസ് അസോസിയേഷനും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും 3 പേരും കൂടിയിരുന്ന് അടിയന്തരമായി ചർച്ച ചെയ്ത് പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. എത്രയോ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. TP സെൻകുമാർ വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്നും സെൻസെക്സിന്റെയും വിവിധ കോടതി വിധികളുടെയും അടിസ്ഥാനത്തിലാണ് സെൻകുമാർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. അദ്ദേഹം വിവാദം വരത്തക്ക വിധത്തിൽ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. അദ്ദേഹം സെൻസസ് റിപ്പോർട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. സെൻസസ് റിപ്പോർട്ടിൽ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഔദ്യോഗിക രേഖയാണ്. ആ രേഖയാണ് അദ്ദേഹം പുറത്തു പറഞ്ഞത്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും കുമ്മനം കൂട്ടിച്ചേർത്തു. ലൈവ് വാർത്ത ആര്യങ്കാവ്. ലയൺസ് ക്ലബ് ഓഫ് പുല്ലൂർ ഗ്രേറ്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഞായറാഴ്ച നടക്കും. വൈകിട്ട് 6:30 പുല്ലൂർ കുമാർ പാലസിലാണ് ചടങ്ങ്.
ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ അലക്സ് കുര്യാക്കോസ് പുതിയ അംഗങ്ങളെ ക്ലബിലേക്ക് സ്വീകരിക്കും. പദ്ധതികളുടെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിക്കും. ചടങ്ങിൽ മാധ്യമരംഗത്തെ പ്രതിഭകളെ സിനിമാ താരം അനുശ്രീ അനുമോദിക്കും. പുനലൂർ നഗരസഭയിലെ 35 വാർഡുകളിലും നേത്രചികിത്സാ ക്യാമ്പുകൾ നടത്തിയാണ് ലയൺസ് ക്ലബ് ഓഫ് പുനലൂർ ഗ്രേറ്റർ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അംഗൻവാടികൾ, സർക്കാർ LP സ്കൂളുകൾ എന്നിവിടങ്ങളിൽ അടിസ്ഥാന സൌകര്യം ഒരുക്കാനും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്യും. അനേകം ആളുകൾ വന്നു പോകുന്ന നമ്മുടെ തൂക്കുപാലത്തിന്റെ അടുത്ത് തന്നെ ഒരു ക്ലോക്ക് ടവർ, ഏകദേശം 20 അടി വലിപ്പമുള്ള ഒരു ക്ലോക്ക് ടവർ സ്ഥാപിച്ച് എന്നതെങ്കിൽ അതിന് ജനങ്ങൾക്കെല്ലാം നല്ലൊരു കാഴ്ച വസ്തുവായി അവിടെ സ്ഥാപിക്കുന്നതിനുള്ള ഒരു തുടക്കം, അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നു. അതിനുശേഷം പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് 35ഓളം വരുന്ന വാർഡുകളിലായി തിമിരരഹിത പുനലൂർ നഗരസഭ എന്ന പേരിൽ 35 വാർഡുകളായി കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ നടത്തി പുനലൂരിനെ തിമിരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ലയൺസ് ക്ലബിന്റെ ഒരു പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് കാഴ്ചയിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക, തിമിര രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുക. ഇതിലൊന്നും നമ്മുടെ ജനങ്ങൾക്ക് യാതൊരുവിധ ചെലവുമില്ലാതെ നല്ല രീതിയിൽ അവരെ അതിന്റെ തിമിരരഹിത ശസ്ത്രക്രിയ വരെ നടത്തി തിരിച്ചെത്തിക്കുന്ന സംവിധാനം ലയൺസ് ക്ലബ് വർഷങ്ങളായി വളർന്നു. വാർത്താ സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് പ്രജിൽ പ്രസന്നകുമാർ, സെക്രട്ടറി ജേക്കബ് ജോർജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം മുതൽ ചെങ്കോട്ട വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. പുനലൂർ റെയിൽവേ സ്റ്റേഷന് പ്രത്യേക പരിഗണന നൽകുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ഗേജ് മാറ്റ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ട്രെയിൻ ഓടിത്തുടങ്ങുന്ന മുറയ്ക്ക് സ്റ്റേഷനുകളുടെ നവീകരണവും യാത്രക്കാരുടെ സൌകര്യങ്ങളും ഉറപ്പുവരുത്തും വിധമാണ് പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത്. കൊല്ലം ചെങ്കോട്ട മേഖലയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ പലതും നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളവയാണ്. ഇത് പരിഗണിച്ച് NK പ്രേമേന്ദ്രൻ MPയുടെ നേതൃത്വത്തിൽ മധുര റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് സ്റ്റേഷനുകളുടെ നവീകരണത്തിന് ധാരണയായത്. ശബരിമലയുമായി ഏറ്റവും അടുത്ത പുനലൂർ റെയിൽവേ സ്റ്റേഷന് പ്രത്യേക പരിഗണന നൽകി തീർത്ഥാടകർക്കും യാത്രക്കാർക്കും കൂടുതൽ സൌകര്യം ഉറപ്പുവരുത്തും. തെന്മല റെയിൽവേ സ്റ്റേഷന്റെ പൈതൃക സംരക്ഷണത്തിനായി നിലവിലെ പൌരാണിക കെട്ടിടം നിലനിർത്തിക്കൊണ്ടുള്ള നവീകരണം സാധ്യമാക്കും. സ്റ്റേഷനിലെ ബസ് റൂട്ട് ഏരിയ വിപുലീകരിക്കും. ആദർശ് സ്റ്റേഷനായി പ്രഖ്യാപിച്ച കുണ്ടറ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിനും യാത്രക്കാർക്ക് നടക്കാനുള്ള മേൽപ്പാലം നിർമ്മിക്കുന്നതിനുമുള്ള 1.8 കോടിയുടെ എസ്റ്റിമേറ്റ് നടപടി സെപ്റ്റംബറോടുകൂടി പൂർത്തീകരിച്ച് ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. കുണ്ട്ര റെയിൽവേ മേൽപ്പാലത്തിന്റെ രൂപകൽപ്പന കേരള സർക്കാർ ലഭ്യമാക്കിയിട്ടില്ല. സംസ്ഥാന സർക്കാരിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പദ്ധതി റെയിൽവേ ഊർജിതപ്പെടുത്തും. തെന്മല, ഇടമൺ, ഒറ്റക്കൽ എന്നീ അടിപ്പാതകൾ പ്രദേശവാസികൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിന് കോൺക്രീറ്റ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യണമെന്ന MPയുടെ നിർദ്ദേശം പരിശോധിക്കാമെന്ന് അധികാരികൾ ഉറപ്പു നൽകി. 13 കണ്ണറ പാലത്തിന്റെ പൈതൃക സൌന്ദര്യം നിലനിൽക്കത്തക്ക വിധം ആർച്ച് ഭാഗം മോടി പിടിപ്പിക്കുന്നതിന് പ്രൊഫഷണൽ ഏജൻസിയെ ഏൽപ്പിക്കും. കിളികൊല്ലൂർ, ചന്ദനത്തോപ്പ് സ്റ്റേഷനുകളിൽ തീവണ്ടികൾക്ക് പുതിയ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം MP യോഗത്തിൽ ഉന്നയിച്ചു. ന്യൂ ആര്യങ്കാവ് സ്റ്റേഷനെ പാലരുവി എന്ന് നാമകരണം ചെയ്യണമെന്ന MPയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. തീവണ്ടിപ്പാത കമ്മീഷൻ ചെയ്യുന്ന മുറയ്ക്ക് പഴയ സർവീസുകൾ പുനരാരംഭിക്കുന്നതിനും പുതിയവ തുടങ്ങുന്നതിനും സമഗ്രമായ ഷെഡ്യൂളുകൾ തയ്യാറാക്കുന്ന നടപടി ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കുണ്ടറ, തെന്മല, ഇടമൺ, ഒറ്റക്കൽ എന്നീ റെയിൽവേ സ്റ്റേഷനുകളിലെ അപ്രോച്ച് റോഡുകൾ പുനരുദ്ധരിക്കുന്നതിനുള്ള അനുമതി ലഭ്യമാക്കണമെന്ന MPയുടെ ആവശ്യം പ്രത്യേകം പരിശോധിക്കാമെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ ഉറപ്പു നൽകി. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റ പ്രവൃത്തികളുടെ നിർമ്മാണം ഒക്ടോബറിൽ പൂർത്തീകരിക്കാനുള്ള പദ്ധതിക്ക് യോഗം രൂപം നൽകി. യോഗത്തിൽ മധുര ഡിവിഷണൽ റെയിൽവേ മാനേജർ നീനു ഇട്ടിയറ, സീനിയർ ഡിവിഷണൽ എഞ്ചിനീയർ മനോഹരൻ, ഡെപ്യൂട്ടി ഡിവിഷണൽ എഞ്ചിനീയർ മുനിയസ്വാമി, ഡിവിഷണൽ എഞ്ചിനീയർ I പ്രഭാകരൻ, ഡിവിഷണൽ മാനേജർ NT പ്രേംകുമാർ, സീനിയർ ഡിവിഷണൽ കൊമേഴ്സ്യൽ മാനേജർ ഹരികൃഷ്ണൻ, റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗം M നാസർ ഖാൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സേവ് ഇന്ത്യ ചേഞ്ച് ഇന്ത്യ മുദ്രാവാക്യമുയർത്തി AYF ASF നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ചിന് 16-ന് പുനലൂരിൽ സ്വീകരണം നൽകും. മാർക്കറ്റ് ജംഗ്ഷനിൽ ചേരുന്ന യോഗത്തിൽ കനയ്യകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണഘടനാ സംവിധാനം ഉറപ്പു നൽകുന്ന ഒരു തരത്തിലുള്ള സംവിധാനങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒന്ന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഇഷ്ടമുള്ള പ്രദേശത്ത് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. രാജ്യത്ത് വളർന്നു വരുന്ന രാജ്യത്തെ കലാലയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന
കലാലയങ്ങളിൽ തന്നെ ഉള്ള കലയുമാനെ പോലെയുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരെ കൽത്തുറങ്ങിലടയ്ക്കുന്ന ഒരു സമീപനം. ഒരു ഫാസിസ്റ്റ് സർക്കാർ എങ്ങനെയാണോ ഒരു ഫാസിസ്റ്റ് സർക്കാർ പെരുമാറുന്നത് അതിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായി കേന്ദ്ര ഗവൺമെന്റ് നടന്നു. നവലിബറൽ സാമ്പത്തിക നയങ്ങളോടൊപ്പം തന്നെ തീവ്ര വർഗീയത ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു തന്ത്രമാണ് ഉണ്ടാകുന്നത്. ആ തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാന പരീക്ഷണശാലയായിരുന്നു യു.പി. തെരഞ്ഞെടുപ്പ്. യു.പി. തെരഞ്ഞെടുപ്പിൽ തീവ്ര ഹിന്ദുത്വത്തിന്റെ സമീപനം സ്വീകരിച്ചുകൊണ്ട് ആരും അറിയാതെ നിൽക്കുന്ന ഒരുപാട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ പേരുകളുണ്ടായിരുന്നു. എന്നാൽ ആരും അറിയാത്ത ഒരാൾ മുഖ്യമന്ത്രിയാക്കുന്ന ഒരു സമീപനം അതോ ഇതുവരെ കണ്ടിട്ടില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി RSSന്റെ സംവിധാനമായി മാറുന്നു. രാജ്യത്തിന്റെ പ്രസിഡന്റും ഒരു RSS സംവിധാനമായി മാറും. അപ്പൊ കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളെ നാഗ്പൂർ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായി മാറും. അപ്പോൾ രാജ്യത്ത് RSSന്റെ ഒരു വർഗീയ അജണ്ട നടപ്പിലാക്കുന്ന സംവിധാനമായി നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ മാറുന്നു. രാജ്യത്ത് മതന്യൂനപക്ഷ വിഭാഗങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാർ, അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു പീഡന സംവിധാനമായി മാറും. 16-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ് പുനലൂരിൽ ഈ ജാഥയിൽ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുനലൂരിൽ ജാഥ എത്തുമ്പോൾ സംഘാടക സമിതിയുടെ പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഈ ജാഥ സ്വീകരണം നൽകുന്നത്. സംഘാടക സമിതിയുടെ ചെയർമാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി സെക്രട്ടറി ശ്രീ അജയ് പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള ബിനോയ് വിശ്വൻ ഈ സ്വീകരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സേവ് ഇന്ത്യ ചേഞ്ച് ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി AIYF ASF ദേശീയ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ദേശീയ നേതാക്കൾ നയിക്കുന്ന ലോങ് മാർച്ചിന് 16-ന് പുനലൂരിൽ സ്വീകരണം നൽകും. വൈകുന്നേരം 4-ന് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കനയ്യകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. CPI AIYF നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് CPI മണ്ഡലം സെക്രട്ടറി ശ്രീ അജയ് പ്രസാദ്, CPI മണ്ഡലം കമ്മിറ്റി അംഗം ജോബോയ് പെരേര, AIYF നേതാക്കളായ പ്രവീൺ കുമാർ, I മൻസൂർ, അനൂപ് ഉമ്മൻ തുടങ്ങിയവരാണ് ഇക്കാര്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. AIYF ദേശീയ ജനറൽ സെക്രട്ടറി R തിരുമലൈ, പ്രസിഡന്റ് അബ്താസ് അലംഖാൻ, ASF ദേശീയ ജനറൽ സെക്രട്ടറി ബിശ്വജിത് കുമാർ, പ്രസിഡന്റ് വലിയുള്ള ഖാദിരി എന്നിവർ മാർച്ച് നയിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് വഴി പാൻ മസാലകളും കഞ്ചാവും വൻതോതിൽ കേരളത്തിലേക്ക് കടക്കുന്നു. പരിശോധനകൾ ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 15 ലക്ഷത്തോളം രൂപയുടെ പാൻ മസാലയാണ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടിയത്. 60,000 പാക്കറ്റ് പാൻ മസാലയാണ് പിടിച്ചെടുത്തത്. ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും പൂട്ടിയതോടെ കിഴക്കൻ മേഖലയിൽ പാൻ പരാഗും കഞ്ചാവും വൻതോതിൽ വിറ്റഴിക്കുന്നതായാണ് വിവരം. തെങ്കാശിയിൽ നിന്നും പാക്കറ്റ് ഒന്നിന് 10 രൂപയ്ക്ക് ലഭിക്കുന്ന പാൻ മസാല കിഴക്കൻ മേഖലയിൽ 30 മുതൽ 50 രൂപ വരെ ഈടാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ പാൻ മസാല നിരോധിച്ചതോടെ തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇത് കിഴക്കൻ മേഖലയിൽ എത്തുന്നത്. പൊതികളിലാക്കി കഞ്ചാവും വൻതോതിൽ കിഴക്കൻ മേഖലയിൽ എത്തുന്നു. 180 പൊതി കഞ്ചാവാണ് കഴിഞ്ഞ ദിവസം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പിടികൂടിയത്. ഈ സാഹചര്യത്തിൽ പരിശോധന ശക്തമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ കുരുങ്ങി അലങ്കാര മത്സ്യങ്ങളും. അലങ്കാര മത്സ്യകൃഷി വ്യാപാരം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം വന്നതോടെ അലങ്കാര മത്സ്യവിൽപ്പനയും കുത്തനെ ഇടിഞ്ഞു. ഇതോടെ അലങ്കാര മത്സ്യവ്യാപാരത്തിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ആയിരക്കണക്കിന് പേരുടെ വരുമാനവും തൊഴിലുമാണ് നഷ്ടപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമായി. കേന്ദ്ര വിജ്ഞാപനം അനുസരിച്ച് സ്വാഭാവിക രീതിയിലാണ് മത്സ്യങ്ങളെ വളർത്തേണ്ടത്. ചില്ലു ടാങ്കുകളിലും ഭരണികളിലും മത്സ്യങ്ങളെ സൂക്ഷിക്കാനാവില്ല. സർക്കാരിന്റെയും സ്വകാര്യ മേഖലകളിലെയും അക്വേറിയങ്ങളിൽ ചില്ലു ടാങ്കുകളിലാണ് അലങ്കാര മത്സ്യങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഇവയെല്ലാം മാറ്റേണ്ടി വരും. ഇതോടെ മത്സ്യങ്ങളുടെ പ്രദർശനവും ഇല്ലാതാകും. മാത്രമല്ല, വിജ്ഞാപന പ്രകാരം എല്ലാ അക്വേറിയങ്ങളിലും വിപണനശാലകളിലും മുഴുവൻ സമയ വെറ്റിനറി ഡോക്ടറെയോ അല്ലെങ്കിൽ മത്സ്യവിദഗ്ധനെയോ നിയമിക്കണം. ഇവർക്ക് സഹായിയും നിർബന്ധമാണ്. വെറ്റിനറി ഡോക്ടറും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി അക്വേറിയം നടത്തുക ഒരു തരത്തിലും ലാഭകരമല്ല. മാത്രമല്ല, അക്വേറിയങ്ങൾക്കൊപ്പം വളർത്തുമൃഗങ്ങളുടെയോ പക്ഷികളുടെയോ വിൽപ്പനയും പാടില്ലെന്നാണ് നിർദ്ദേശം. എന്നാൽ അക്വേറിയം മാത്രമായി നടത്തിയാൽ നഷ്ടത്തിലാകുമെന്നതിനാൽ ഭൂരിഭാഗം അക്വേറിയങ്ങൾക്കുമൊപ്പം വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും വിൽക്കുന്നുണ്ട്. മത്സ്യങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ശുചിത്വം ഉറപ്പിക്കുന്നതിനുമാണ് നടപടിയെന്നാണ് വിജ്ഞാപനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന അലങ്കാര മത്സ്യകൃഷിയും വിപണനയും നിയമം കൊണ്ട് നിയന്ത്രിക്കാൻ പോകുമ്പോൾ അലങ്കാര മത്സ്യകൃഷിക്കാരും വിപണന നടത്തുന്ന ചെറുകിട കച്ചവടക്കാരും വീട്ടിലിരിക്കേണ്ട സ്ഥിതിയാണ്. നിയമ പേപ്പറിൽ വന്നപ്പോൾ തന്നെ കച്ചവടമല്ലാതെ നഷ്ടപ്പെടും. പൗരന്മാരെ വോട്ട് നേടി പൗരന്മാരെ തന്നെ ദ്രോഹിക്കുന്ന വിധമാണ് കാര്യങ്ങളുടെ പോക്ക്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മാമ്പഴത്തറ സലീമിനെ BJPയിൽ ഔദ്യോഗിക അംഗത്വം. കുമ്മനം മാമ്പഴത്തറയുടെ വീട്ടിലെത്തി സ്വീകരിച്ചു. മാമ്പഴത്തറയുടെ വരവോടെ BJPയിൽ വിഭാഗീയതയ്ക്കും തുടക്കം. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ സർക്കാരിന് ഇച്ഛാശക്തി വേണമെന്ന് കുമ്മനം രാജശേഖരൻ. സർക്കാർ തന്നെ ദേവസ്വം ഭൂമി കയ്യേറുന്നതായും കുമ്മനത്തിന്റെ ആക്ഷേപം. കൊല്ലം മുതൽ ചെങ്കോട്ട വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാൻ തീരുമാനം. പുനലൂർ റെയിൽവേ സ്റ്റേഷന് പ്രത്യേക പരിഗണന. CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലോങ് മാർച്ചിന് 16-ന് പുനലൂരിൽ സ്വീകരണം നൽകും. യോഗത്തിൽ കനയ്യകുമാർ പങ്കെടുക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക.